ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സംസ്ഥാനത്ത് വനം വകുപ്പ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരിക്കുകയാണ്. വഴുതക്കാട് ഹെഡ് ഓഫീസിലായിരുന്നു പരിപാടി. സ്ഥലത്തു നിന്നും റഹീസ് റഷീദുണ്ട്. റഹീസ്, ഇപ്പോൾ സംസ്ഥാനത്തെ ഔദ്യോഗിക ചടങ്ങുകളിലെല്ലാം വന്ദേമാതരം ആലപിക്കാതെ തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ വനം വകുപ്പ് ആസ്ഥാനത്ത് വന്ദേമാതരം പാടിയിരിക്കുന്നത് പൂർണ്ണമായും തന്നെ ആലപിച്ചിരിക്കുന്നു, അല്ലേ? സ്മൃതി, സംസ്ഥാനത്തെ വനം വകുപ്പിന്റെ ആസ്ഥാനത്താണ് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ പൂർണ്ണമായും വന്ദേമാതരം ആലപിച്ചത് ആദ്യമായിട്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാണുന്ന വനം വകുപ്പിന്റെ ആസ്ഥാനത്ത് ഈ കാണുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു പരിപാടി നടന്നത്. ഇവിടെ പതാക ഉയർത്തുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് പൂർണ്ണമായും വന്ദേമാതരം ആലപിച്ചത്. ഇവിടെ PCCF ദീപക് മിശ്രയാണ്, അതായത് വനം വകുപ്പിന്റെ റാങ്ക് നോക്കുമ്പോൾ മൂന്നാമത്തെ ഉദ്യോഗസ്ഥനായ PCCF ദീപക് മിശ്രയാണ് ഇവിടെ പതാക ഉയർത്തിയത്. അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത്. ഇവിടെ സ്വാഭാവികമായും വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന പരിപാടികൾ പൂർണ്ണമായും നടത്തേണ്ട ചുമതല ഇവിടുത്തെ എസ്റ്റേറ്റ് വിഭാഗത്തിനാണ്. എസ്റ്റേറ്റ് വിഭാഗത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് APCCFന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. വനം വകുപ്പിന്റെ തന്നെ APCCFന്റെ നിർദ്ദേശം പൂർണ്ണമായും ആലപിക്കണം എന്ന നിർദ്ദേശം അവർക്ക് ലഭിച്ചിരുന്നു. ആ നിർദ്ദേശം നടന്ന ചടങ്ങിൽ ഉദ്യോഗസ്ഥർ മാത്രമാണോ പങ്കെടുത്തത്? ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്തത്. ഇത് വഴുതക്കാട്ടെ വനം വകുപ്പിന്റെ ആസ്ഥാനമാണ്. ഇതിനകത്ത് നടന്ന ചടങ്ങിൽ ദീപക് മിശ്രയാണ് പതാക ഉയർത്തിയത്. അദ്ദേഹമായിരുന്നു ഇന്നിവിടെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. മറ്റ് വനം വകുപ്പിന്റെ ആസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. അതിലാണ് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത്. നമ്മൾ ഈ വിവരം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ചടങ്ങ് ഹോസ്റ്റ് ചെയ്യുന്ന എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ ഹെഡിനെ നമ്മൾ ഫോണിൽ വിളിച്ചിരുന്നു. ഫോണിൽ വിളിച്ച സമയത്ത് ഇതേക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ അപ്പം തന്നെ ഫോൺ കട്ടാക്കി. പിന്നീട് 2-3 തവണ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇവിടെ നേരിട്ട് വന്ന് അന്വേഷിച്ചപ്പോഴാണ് ആ ചടങ്ങ് നടന്നിരുന്നു. വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിരുന്നു. ദീപക് മിശ്രയാണ് പതാക ഉയർത്തിയത്. APCCFന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാക്കുന്നത്. ഇതിൽ ഇനി മന്ത്രിക്ക് എന്താണ്, സർക്കാരിന് എന്താണ് പറയാനുള്ളത് എന്ന കാര്യം മനസ്സിലാക്കണം. ഒരു പക്ഷേ മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ വന്ദേമാതരം സംസ്ഥാനത്ത് ഇന്ന് പൂർണ്ണമായും ആലപിച്ചത് BJP ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രവുമാണ്. മുഖ്യമന്ത്രി VD സതീശനൊക്കെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തുന്ന സമയത്ത് 2 വരി പോലും, ആദ്യ ചരണങ്ങൾ പോലും ആലപിച്ചിരുന്നില്ല. അപ്പോഴാണ് ഷിബു ബേബി ജോണിന്റെ വനം വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള വനം വകുപ്പിന്റെ വഴുതക്കാട്ടെ സംസ്ഥാനത്തെ ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിരിക്കുന്നത്. വഴുതക്കാട്ടെ വനം വകുപ്പിന്റെ ആസ്ഥാനത്താണ് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത് എന്നുള്ളതാണ്. റഹീസ്, ഈ വന്ദേമാതരം ദേശീയഗാനത്തിന് മുൻപായിട്ട് ആലപിച്ചിരിക്കുന്നു. എന്താണോ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ, അല്ലേ? അങ്ങനെയാണ് സ്മൃതി. കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് പലതരത്തിൽ ലഭിച്ചിരുന്നു. അതവർക്ക് അനുസരിക്കാതിരിക്കുക. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി മുഹമ്മദ് ഷാഫിയോട് സംസാരിച്ചപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കാണിച്ചിരുന്നു. അതുപോലെ വനം വകുപ്പിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശം ഒരുപക്ഷെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതനുസരിച്ചാണ് APCCF വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം എന്ന നിർദ്ദേശം നൽകിയത്. സ്വാഭാവികമായും സംസ്ഥാനത്ത് വന്ദേമാതരത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ട് ഏതാണ്ട് ഒരാഴ്ചയായി. ഇന്നലെ വൈകിട്ട് സംസ്ഥാന സർക്കാർ വന്ദേമാതരം ആലപിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നൽകി. എന്നിട്ടും വന്ദേമാതരം പൂർണ്ണമായും എന്തുകൊണ്ട് വനം വകുപ്പിന്റെ ആസ്ഥാനത്ത് ആലപിച്ചു എന്നതിന് അവർ തന്നെയാണ് ഉത്തരം നൽകേണ്ടത്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാവുകയാണ്. വനം വകുപ്പിനപ്പുറം സംസ്ഥാന സർക്കാർ തന്നെ മറുപടി പറയേണ്ട ഒരു വിഷയമായി ഇത് വന്നിരിക്കുന്നു. ശരി, ഇത് മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. കർണാടകത്തിൽ മാത്രമല്ല.